Give me your hat. Sunglass. തായ്ലൻഡിലെ ഏറ്റവും ഫൺ നിറഞ്ഞ ദിവസം ഏതായിരിക്കും എന്നറിയോ? ഇന്ന് നമ്മൾ പോകുന്നത് ബാങ്കോക്കിലെ പ്രശസ്തമായ സഫാരി വേൾഡിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആനിമൽ ഷോസ്, ആക്ഷൻ, ഫൺ എല്ലാം ഒരേ സ്ഥലത്തുള്ള ഒരു വേറിട്ട ലോകം. അപ്പോൾ ഈ സഫാരി വേൾഡിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കാണാനായിട്ട് നിങ്ങൾ റെഡിയാണല്ലോ? എന്തായാലും ഒരു കാര്യമേ ഉള്ളൂ, ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുന്നവർ ഈ സഫാരി വേൾഡ് ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ വേണം പോകാനായിട്ട്. കാരണം അത്രമാത്രം എക്സ്പീരിയൻസ് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിലെ യഥാർത്ഥ സ്റ്റാർസ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂട്ട് ഒറാങ്ങുട്ടാങ് തന്നെയാണ്. അവരുടെ എക്സ്പ്രഷൻസ്, കളികൾ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കാണാനിരിക്കുന്നത് ഒറാങ്ങുട്ടാങ്ങിൻ്റെ ഒരു ഷോയാണ്. ആ ഷോയിൽ തന്നെ ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടാലും നമുക്ക് ചിരി അടക്കാൻ പറ്റില്ല. അത്രമാത്രം തമാശ നിറഞ്ഞ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാരും മിസ്സാക്കരുത്. ഇതിന് ശേഷം ഞങ്ങൾ പോയത് എലിഫൻറ്റ് ഷോയ്ക്കായിരുന്നു. എലിഫൻറ്റ് ഷോ എന്ന് പറഞ്ഞാൽ അതും കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇത് കാണാനായിട്ട് ജനങ്ങൾ അത്രമാത്രം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മെയ് മാസത്തിലായതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ എലിഫൻറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് വെറുതെ അവർ വന്നു പോകുന്നു എന്നല്ലാതെ വേറൊന്നും കാണിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എല്ലാം എടുത്ത് പറയേണ്ടതാണ്. എലിഫൻ്റ് പടം വരയ്ക്കുന്നു, കളർ ചെയ്യുന്നു, അതേപോലെ തന്നെ അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണെന്നറിയോ ചെയ്യുന്നത്. നമ്മൾക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആനകൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ഇത് നമ്മുടെ ലൈഫിൽ വൺ ടൈമെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെ ആന പെർഫോം ചെയ്യുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ അവസാനം അവർ ആന വരച്ച ആ ഒരു പിക്ചർ കാണിക്കുകയുണ്ടായി. എന്ത് ഭംഗിയായിട്ടാണല്ലോ ഈ ആന ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. അടുത്തതായിരുന്നു സഫാരി വേൾഡിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന സ്പൈ വാൾ. ഇതിൽ ഫയർ, ആക്ഷൻ, സ്റ്റണ്ട്സ്, എക്സ്പ്ലോഷൻ അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഹോളിവുഡ് സിനിമ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് കണ്ടാൽ എങ്ങനെയിരിക്കും, അതായിരുന്നു ഇവിടെ ഞാൻ കണ്ടത്. നമ്മുടെ കണ്ണൊന്ന് അങ്ങോട്ട് മാറ്റാൻ പോലും പറ്റാത്ത ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഷോയിൽ നമുക്ക് അവർ തന്നത്. അതുപോലെ തന്നെ അവസാനമായപ്പോഴേക്കും വെള്ളമൊക്കെ തെറിച്ച് മുമ്പിലിരിക്കുന്നവരുടെ മേലെ മുഴുവൻ നനയാനിടയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ കാണാൻ പോകുന്നവർ മുമ്പിലത്തെ റോയിൽ ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഇതും നല്ലൊരു വേർത്തായിട്ട് തോന്നി. അങ്ങനെ അടുത്ത ഷോയ്ക്ക് വേണ്ടി പോകുന്നതിന് മുന്നേ ആയിട്ട് ഒട്ടകത്തെ കാണാനിടയുണ്ടായി. ഈ ഡോൾഫിൻ ഷോയും മിസ്സാക്കാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയായിരുന്നു. ഡോൾഫിൻസൊക്കെ വെള്ളത്തിൽ മീതെ പറക്കുകയായിരുന്നു. പിന്നെ സീ ലയണിൻ്റെ ഷോ ആയിരുന്നു കണ്ടത്. സീ ലയണൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു പെർഫോം ചെയ്തത്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് തന്ന ആ ഒരു ദിവസമായിരുന്നു ഇന്ന് സഫാരി വേൾഡിലെ ഈ ഒരു ഡേ. ഫണ്ണും എക്സൈറ്റ്മെൻറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുന്നവർ സഫാരി വേൾഡ് വരാൻ മറക്കല്ലേ.